ഇനിതാ നമ്മൾ വന്നേക്കുന്നത് സ്റ്റോക്ക് പോട്ടാണ് കേട്ടോ, നമ്മുടെ മനുഷ്യരുടെ വീട്ടിലേക്ക്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞി അച്ചൂട്ടൻ്റെ ചോറൂണാണ് കേട്ടോ. നമ്മളിവിടെ അടുത്തുള്ള ഗീതാഭവൻ ഹിന്ദു ടെമ്പിളിൽ വെച്ചിട്ടാണ് കേട്ടോ ചോറ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും രാവിലെ ദേ കുളിച്ചൊരുങ്ങി സുന്ദരികളായിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. നമ്മളതേ അമ്പലത്തിലെത്തി അവിടുത്തെ പൂജാകർമ്മങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. വളരെ കാമൻ ക്വയറ്റിലായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അമ്പലത്തിൽ. നമ്മളവിടെ ഏകദേശം ഒരു 9:30 കൂടിയിട്ട് അമ്പലത്തിലെത്തി കേട്ടോ. ദീപമൊക്കെ തെളിയിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുമായിരുന്നു. കാരണം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് അവിടുത്തെ പൂജകളും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പായസവും ചോറും പപ്പടവും എല്ലാം തയ്യാറാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടുത്തെ സ്വാമിജി നമ്മളോട് പറഞ്ഞിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, മുന്നേ പറഞ്ഞ പോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് അവരുടെ പൂജകളൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താണോ കുഞ്ഞിനെ ആദ്യമായിട്ട് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു കേട്ടോ. വെച്ചിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ട് എമ്മയായിട്ട് പൊട്ടൊക്കെ മാമണൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. മഹിഷേട്ടനാണെങ്കിലും ചക്കരയാണെങ്കിലും നമ്മുടെ ദച്ചൂട്ടി ആണെങ്കിലും എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഒരുപാട് പ്രത്യേകം നിറഞ്ഞിട്ടുള്ള ചടങ്ങുകളാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കണ്ടു നിൽക്കുമായിരുന്നു, എന്തായിരിക്കും നെക്സ്റ്റിന് എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. നമ്മളെല്ലാവരും സൈഡിൽ തന്നെ ഉണ്ട്, പക്ഷെ ഇതെല്ലാം വാച്ച് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഭയങ്കര ഒരു നമുക്ക് മനസ്സിന് കുളിർമ തരുന്നൊരു സമയമാണല്ലോ. നമ്മൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി ഇങ്ങനെ തൊഴുത് ഒന്ന് കുറച്ച് നേരം ഒന്ന് കൈകൂപ്പി അവിടെ ഭഗവാന്റെ മുന്നിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറയാമല്ലോ ഇപ്പോഴത്തെ ഒരു മോഡ് അനുസരിച്ച്. സോ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇനി അതിനുശേഷം നമ്മൾ ഓരോരുത്തരായിട്ട് ഏച്ചിട്ടിൻ്റെ വായിൽ ചോറ് വെച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് അവൻ അതിങ്ങനെ നാവ് കൊണ്ട് നുഴഞ്ഞ് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ഒരു പ്രത്യേക ഒരു ചടങ്ങ്, ഇതെന്താ ഈ ചടങ്ങ് എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. ഈ ചടങ്ങിനെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പക്ഷെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചടങ്ങായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കലാപരിപാടി ഇതൊക്കെ തന്നെ, ഫോട്ടോഷൂട്ട്, റീൽസ് എടുക്കല്, അതിനുശേഷമുള്ള ഫുഡ് അടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനിടയിലാണ് ഈ കുഞ്ഞുമണി രണ്ടുപേരും കൂടി ഏച്ചൂട്ടിൻ്റെ അന്ന് എൻ്റെ അടുത്ത് വന്ന് കിടന്നപ്പം നേരെ വന്ന നമ്മുടെ കുറുമ്പി ന്യൂക്കുട്ടി. ബേബിന് ഭയങ്കര ഇഷ്ടമാണ്. ബേബി എന്ന് പറഞ്ഞ് ഭയങ്കര കൊഞ്ചിക്കലും കാര്യങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടമാണ് കുഞ്ഞു പിള്ളേരെ. അപ്പം അവർ രണ്ടുപേരും കൂടി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പിയായി അവൾ ശരിക്കും. അവനും അതുപോലെ തന്നെ. അടുത്ത് നമ്മുടെ മെയിൻ ചടങ്ങ് ഫുഡ് അടി. നല്ല സദ്യയായിരുന്നു കേട്ടോ, അടിപൊളി സദ്യ. അതൊക്കെ കഴിച്ച് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. ഇപ്പോൾ ചക്കരയുടെ ഫ്രണ്ട്സാണ് കേട്ടോ, അവർ വന്നിട്ടുണ്ടായിരുന്നു ചടങ്ങിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഫുള്ള് റെസ്റ്റ് എടുക്കേണ്ട ഒരു ടൈമായി. അതുപോലെ നമ്മൾ അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് എല്ലാവരും ഒരു സൈഡിലായിട്ടോ. കാരണം രാവിലെ നേരത്തെ എണീറ്റ് പോയായിരുന്നു ഇവിടെ നിന്ന് അമ്പലത്തിലോട്ട്. അപ്പം അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ എണീറ്റു. കാരണം ഈ 3 ചെടുങ്ങളെയൊക്കെ ഒന്ന് റെഡിയാക്കി അവിടെ നിന്ന് ഇറങ്ങണമല്ലോ. സോ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി അടിപൊളിയായ ദിവസം എൻജോയ് ചെയ്ത് ബാക്ക് ടു ലിവർപൂൾ. നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. കാരണം ഷാനിയുടെ നല്ല ഡ്യൂട്ടിന് ക്ഷണത്തിന് വയ്യ അറിഞ്ഞൂടെങ്കിലും നമ്മൾ പോകണമല്ലോ. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ബൈ.